അല്ല, മസ്കാബണ്ണിന്റെ ഒക്കെ പുറകിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഫുഡ് ഐറ്റം നമ്മൾ ചുമ്മാ റോഡ് സൈഡിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്. ഇത് എത്രത്തോളം ആളുകൾ ഇത് ഫോളോ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് നമുക്കറിയില്ല. ഇവരുടെ പ്രാക്ടീസ് എന്താണ്, ഇതിന്റെ ഹൈജീൻ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതൊന്നും നമുക്കറിയില്ല. ഇതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഇതിനൊന്നും യാതൊരു പേപ്പേഴ്സ് അല്ലെങ്കിൽ യാതൊരു കാര്യങ്ങളും ഇല്ല. ഇതുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയി എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ ബേസിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് ഒന്നും പല സ്ഥലങ്ങളിലും ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളിത് ചുമ്മാ റോഡ് സൈഡിൽ പോയിട്ട് ചാടി കയറി കഴിക്കുന്ന നാളെ ഇതിന്റെ വീസിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുറ്റം പറയും, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കുറ്റം പറയും, നിങ്ങൾ എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റവരെ കുറ്റം പറയും. ഇതൊരു കാര്യമില്ല. ബേസിക് നമ്മൾ കോമൺ സെൻസ് വെച്ച് നമ്മൾ ചുമ്മാ ഇമോഷണലി പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഇമോഷണലി നമ്മൾ പറയും, ഇപ്പൊ വന്നിട്ട് ചിലപ്പോൾ ഹെൽത്തുകാർ ചെക്ക് ചെയ്യുമ്പോൾ പറയാത്ത എന്തിനാണ്, പാവങ്ങളെല്ലാം അവർ ജീവിച്ചോട്ടെ, അവർക്ക് അവരുടെ ജീവിതോപാധി അല്ല. നാളെ ഇപ്പൊ മസ്കാബണ്ണ് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ആരാണ് അതിന് റെസ്പോൺസിബിൾ? ഇല്ല, പോയവന് പോയി, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മസ്കാബൺ ഓൺ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫുഡ് പോയ്സൺ, വൈറൽ ഫീവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട്. മാക്സിമം ഇത്തരം കാര്യങ്ങൾ നോക്കുക, കഴിയേണ്ട പരമാവധി ട്രൈ ചെയ്യുക, നല്ല രീതിയിൽ ചെയ്തോളൂ. ശരിയാണ്, നമുക്കിവിടെ ഓണ്ടർപ്രണേഴ്സ് വേണം, നമുക്കിവിടെ എല്ലാവരും വേണം. ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ കാര്യങ്ങൾ തട്ടിക്കൂട്ടി ചെയ്യുക എന്നുള്ളതല്ല, കാര്യങ്ങൾ പ്രോപ്പർലി ചെയ്യുക.